ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. പാകിസ്ഥാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളിൽ ഏകദേശം വലിയൊരളവും ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ഏതാണ്ട് ഒരു 30-40% മരുന്ന് ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ റോ മെറ്റീരിയൽസിനും അവർ ആശ്രയിക്കുന്നത് പ്രധാനമായിട്ട് ഇന്ത്യയാണ്. മരുന്നുമായി ബന്ധപ്പെട്ട് ഇന്ത്യ, ചൈന, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ട് പാകിസ്ഥാൻ ആശ്രയിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായ സാഹചര്യത്തിൽ, ഇന്ത്യ നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ മരുന്ന് പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ ഫാർമസ്യൂട്ടിക്കൽ റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇതെല്ലാം ഒരേ സമയത്ത് വാങ്ങുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ആന്റി ക്യാൻസർ തെറാപ്പീസ് ഉൾപ്പെടുന്നുണ്ട്, ബയോളജിക്കൽ പ്രോഡക്ട്സ് ഉൾപ്പെടുന്നുണ്ട്, വാക്സിൻസ്, സിറപ്പുകൾ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ആന്റി റാബിസ് വാക്സിൻ, ആന്റി സ്നേക്ക് വെനം, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ മരുന്നുകൾക്കും പാകിസ്ഥാൻ ഇന്ത്യയാണ് ആശ്രയിക്കുന്നത്. ഇനി മുതൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് മരുന്ന് കിട്ടാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിന്റെ കാരണം എന്താണ്? വളരെ ചീപ്പായിട്ട്, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഹൈ ക്വാളിറ്റി മെഡിസിൻസ് ആണ്, അല്ലെങ്കിൽ മെഡിസിൻ നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് ആണ് ഇന്ത്യ സപ്ലൈ ചെയ്യുന്നത്. ഫിനിഷ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ്, ഉദാഹരണത്തിന് ടാബ്ലറ്റുകള്, സിറപ്പുകള് ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതാണ് എപ്പോഴും ലോക രാജ്യങ്ങൾക്ക് ലാഭം. യൂറോപ്പും അമേരിക്കയും ഒക്കെ തന്നെ ഏറ്റവും അധികം മരുന്നുകൾ വാങ്ങുന്നതും ഇന്ത്യയിൽ നിന്നാണ്, ഏതാണ്ട് 40%. ഈ മരുന്നുകളുടെ കാര്യത്തിൽ പാകിസ്ഥാൻ വളരെയധികം ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്യാൻസറുമായി ബന്ധപ്പെട്ട മരുന്നുകൾക്ക്, കാർഡിയാക് മെഡിസിൻസിന്, വാക്സിൻസിന്, ആന്റിബയോട്ടിക്കുകൾക്ക്, അതുപോലെ തന്നെ ഡയബറ്റിക് മെഡിസിൻസിന്, ആന്റി വൈറൽ ഡ്രഗ്സിന്, പെയിൻ മാനേജ്മെന്റ് മെഡിസിന്, അനസ്തെറ്റിക് ആൻഡ് സർജറി ഡ്രഗ്സിനൊക്കെ പാകിസ്ഥാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയാണ്. റോ മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ ചൈന വളരെ മുന്നിലാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിന് കുറെ കൂടി ട്രസ്റ്റ് ഉണ്ട്. ഇത് ലോകത്തിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ മെഡിസിൻസിന്, ഇന്ത്യൻ റോ മെറ്റീരിയൽസിനൊക്കെ തന്നെ അത്യാവശ്യം വിശ്വാസം ലോകത്തൊട്ടാകെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ യൂറോപ്പിൽ നിന്ന്, വിശേഷിച്ച് ജർമ്മനിയിൽ നിന്നോ ബെൽജിയത്തിൽ നിന്നോ ഒക്കെ വാങ്ങണം. അതാണെങ്കിൽ ഉയർന്ന തുക വേണ്ടി വരും. ഹൈ കോസ്റ്റ് ആണ്, അവിടെ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ലോ കോസ്റ്റ് ആണ്, ഹൈ ക്വാളിറ്റി ആണ്. അതാണ് ഇന്ത്യൻ മെഡിസിൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഫിനിഷ്ഡ് ഡ്രഗ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ടാബ്ലറ്റ്, സിറപ്പ്, വാക്സിൻ, ഇഞ്ചക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ. ചൈനയും ഇന്ത്യയെ പോലെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ചൈനയ്ക്ക് കോസ്റ്റ് കൂടുതലാണ്. കോസ്റ്റ് കൂടുതലുമാണ്, ലെസ് ട്രസ്റ്റഡ് ആയിട്ടുള്ള മെഡിസിൻസുമാണ് ചൈനയുടേത്. എന്നാൽ ഇന്ത്യയുടേത് കോസ്റ്റ് കുറവുമാണ്, ഹൈ ക്വാളിറ്റിയുമാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ എന്തായിരിക്കും ചെയ്യുക? എന്താണ് പാകിസ്ഥാന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? പ്രധാനമായിട്ടുള്ള ഒരു ഓപ്ഷൻ ചൈനയിൽ നിന്ന് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരു പ്രൈസിന് ഒരിക്കലും ചൈനയിൽ നിന്ന് കിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലെസ് ട്രസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ് പല ചൈനീസ് മരുന്ന് ഉൽപാദകരും. പിന്നെ ഒരു ഓപ്ഷൻ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹൈ ക്വാളിറ്റി ഉണ്ട്, പക്ഷേ വളരെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. തുർക്കി, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങാം. പക്ഷെ അപ്പോഴും അവിടെയൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. രണ്ടാമത് കോസ്റ്റ് കൂടുതലാണ്, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കിട്ടുള്ളൂ, അവിടെ നിന്ന് സാധനം കിട്ടുള്ളൂ എന്ന പ്രശ്നമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഉണ്ടാവാൻ പോകുന്നത് ക്രിട്ടിക്കൽ ലൈഫ് സേവിംഗ് മെഡിസിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഷോർട്ടേജ് പാകിസ്ഥാൻ ഉണ്ടാവും. പ്രൈസ്, നിലവിലുള്ള മെഡിസിൻസിന്റെ തന്നെ പ്രൈസ് കുത്തനെ ഉയരും. സപ്ലൈ ഇപ്പോൾ ഇന്ത്യ നൽകാതെ വരുമ്പോൾ, ഇന്ത്യ കൊടുക്കാതെ വരുമ്പോൾ വീണ്ടും മരുന്നുകളുടെ വില വളരെയധികം വർദ്ധിക്കും. ഇത് സാധാരണക്കാരെയും മിഡിൽ ക്ലാസിനെയും ഭയങ്കരമായിട്ട് ബാധിക്കും. ഹോസ്പിറ്റൽസ് വളരെയധികം സഫർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാകാതെ വരുന്നു എന്നതുകൊണ്ട്. ലോ ക്വാളിറ്റി മരുന്നുകൾ ഉപയോഗിക്കാൻ അവരൊക്കെ നിർബന്ധിതരാകും. ഇത് അവരുടെ ചികിത്സയെയും ജനങ്ങളുടെ ആരോഗ്യത്തെയും വളരെ മോശമായി ബാധിക്കും. എക്കണോമിക് പ്രഷർ വളരെയധികം ഉണ്ടാവും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അവരുടെ ഏറ്റവും എളുപ്പത്തിൽ, വിലക്കുറവിൽ, വേഗത്തിൽ മെഡിസിൻ കണ്ടെത്താൻ കഴിയുന്ന ഒരു സോഴ്സ് ആയിരുന്നു. അതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്തയാണ്, ഇന്ത്യക്കാരായിട്ടുള്ള ഒരു ഫാമിലി ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരുടെ 2 മക്കൾക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യ ഇപ്പോൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ പൗരന്മാർ മടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവരാകെ സങ്കടത്തിലാണ്, പൊട്ടിക്കരയുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ. ഗവൺമെന്റിനോട് അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങളുടെ മക്കളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇവിടുത്തെ ചികിത്സ കിട്ടിയാലേ പറ്റൂ, അതിന് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ പാകിസ്ഥാനിൽ നിന്ന് ധാരാളം പേര് ഇന്ത്യയിൽ ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ വളരെ കോസ്റ്റ് കുറവാണ്, മികച്ച ട്രീറ്റ്മെന്റ് കിട്ടും. അതുകൊണ്ട് ഡൽഹിയിലും അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും ധാരാളം ആളുകൾ വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുത്തത് ഒരുപാട് പേരെ ബാധിച്ചിരിക്കുകയാണ്.
ഇപ്പൊ ഈ ഫാമിലി ഇന്ത്യ എന്താണ്, അവരെ സപ്പോർട്ട് ചെയ്യോ, അവരോട് നിൽക്കാൻ പറയുമോ, മടങ്ങണമെന്ന് നിർബന്ധമായും പറയുമോ എന്ന് നമുക്കറിയില്ല. ഇവരെ പോലെ ഒരുപാട് പേരുണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ളതായിട്ട്. കാരണം പാകിസ്ഥാനിൽ അങ്ങനെ ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടില്ല. മെഡിസിൻസിനും ഈ പറഞ്ഞ പോലെ വളരെയധികം ബുദ്ധിമുട്ട് അവിടെ നേരിടും. സോ ഇതാണ് പാകിസ്ഥാൻ, ഇങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ. പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാനും യാതൊരു മടിയുമില്ല. നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവൻ എടുക്കാനും മടിയില്ല. എന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുന്തവുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.